നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശക്തി സ്വരൂപിണിയായ ആദിപരാശക്തിയെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണ് നവരാത്രി കാലം. ഈ സമയത്തെ ഏതൊരു പ്രാർത്ഥനയും പെട്ടെന്ന് ഫലം ചെയ്യും. കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ മുതലാണ് നവരാത്രി ആഘോഷം തുടങ്ങുന്നത്. ദേവീ പൂജയ്ക്ക് ഏറ്റവും പവിത്രമായ കാലമാണ് അശ്വിന മാസത്തിലെ ശരത് ഋതു നവരാത്രി കാലം. ഇത് നമുക്ക് കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ തിഥി മുതൽ ദശമി വരെയാണ്. ആദിപരാശക്തിയായ ത്രിപുരസുന്ദരിയെ ഭജിച്ചാൽ മികച്ച ഫലം ലഭിക്കുന്ന കാലമാണ് നവരാത്രി. 2025 സെപ്റ്റംബർ 22 തിങ്കളാഴ്ചയാണ് ഇത്തവണത്തെ ശുക്ലപക്ഷ പ്രഥമ തിഥി. അന്ന് അശ്വനത്തിലെ ശരത് ഋതു നവരാത്രി സമാരംഭിക്കും. സാധാരണ 9 രാത്രി കഴിഞ്ഞ് 10ാം ദിവസമാണ് വിജയദശമി ആചരണം. എന്നാൽ ഇത്തവണ ഓരോ തിഥിയിലെയും നാഴിക വിനാഴികയിലെ വ്യത്യാസം കാരണം വിജയദശമി 11ാം ദിവസത്തിലേക്ക് നീളുന്നു. ഒക്ടോബർ 2 വ്യാഴാഴ്ചയാണ് വിജയദശമിയും വിദ്യാരംഭവും. നവരാത്രി കാലത്തെ ദേവി ആരാധനയുടെ പ്രധാന ഫലം കാര്യവിജയമാണ്. ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും അതിവേഗം ശരിയാക്കാൻ നവരാത്രി വ്രതം മാത്രം മതി. ഭാഗ്യം തെളിയുന്നതിനും ശത്രുദോഷ ദൃഷ്ടിദോഷങ്ങൾ അകലാനും ഈ വ്രതം ഗുണകരമാണ്. ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളാണ് മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും. ശത്രുദോഷത്തിനും ദൃഷ്ടിദോഷത്തിനും എതിരെയുള്ള കവചമായി ഉപയോഗിക്കാവുന്ന രൗദ്രശക്തിയാണ് കാളി. മഹാലക്ഷ്മി ഐശ്വര്യവും സമൃദ്ധിയും സൗന്ദര്യവും നൽകുന്നു. മഹാസരസ്വതി എല്ലാ വിദ്യകളും നൽകുന്നു. കേരളത്തിൽ ആദ്യ 3 ദിവസങ്ങൾ ദുർഗാദേവി സങ്കല്പത്തിലും അടുത്ത 3 ദിനങ്ങൾ ലക്ഷ്മി ദേവി സങ്കല്പത്തിലും അവസാന ദിവസങ്ങൾ സരസ്വതി ദേവി സങ്കല്പത്തിലുമാണ് നവരാത്രി ആചരിക്കുന്നത്. സെപ്റ്റംബർ 22 തുടങ്ങി വിജയദശമി ദിവസമായ ഒക്ടോബർ 2 വരെ വ്രതമെടുക്കണം. സെപ്റ്റംബർ 29, 30, ഒക്ടോബർ 1, 2 തീയതികളാണ് ഏറ്റവും പ്രധാനം. ദേവി പൂജയ്ക്ക് ഏറ്റവും പ്രധാനമുള്ള ഈ സമയത്ത് ഭക്തിയോടെ ദേവിയെ പൂജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. നവരാത്രി കാലത്ത് ദേവി പൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ ദേവി പൂജ ചെയ്ത ഫലം സിദ്ധിക്കും. വിദ്യാവിജയം, സന്താനലാഭം, മംഗല്യഭാഗ്യം, ശത്രുനാശം, ദാരിദ്ര്യമുക്തി എന്നിവയെല്ലാം നവരാത്രി കാലത്തെ ദേവി പൂജയിലൂടെ ലഭിക്കുന്നു. നവരാത്രിയിൽ ഏറ്റവും പ്രധാനം അഷ്ടമി, നവമി, ദശമി എന്നിവയാണ്. അഷ്ടമി ദിവസം ഗ്രന്ഥങ്ങളും നവമി നാളിൽ പണിയായുധങ്ങളും ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദശമി നാൾ രാവിലെ വിദ്യാദേവതയായ സരസ്വതിയെയും വിഘ്നേശ്വരനായ ഗണപതിയെയും ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയെയും വേദവ്യാസനെയും പൂജിച്ച് തൃപ്തിപ്പെടുത്തണം. ഇവരുടെ അനുഗ്രഹം വാങ്ങി വിദ്യയും കർമ്മവും എല്ലാം സ്വീകരിക്കുന്നു എന്നതാണ് തത്വം. കർമ്മങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പുനരാരംഭിക്കുക, കുട്ടികളെ ആദ്യമായി വിദ്യ കുറിപ്പിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പഠനം ശക്തമാക്കുക എന്നിവയെല്ലാമാണ് വിജയദശമിയുടെ ലക്ഷ്യം. അഷ്ടമിയിൽ കാളിയായും നവമിയിൽ ലക്ഷ്മിയായും ദശമിയിൽ സരസ്വതിയായും ആദിപരാശക്തിയെ പൂജിക്കുന്നു. കഷ്ടങ്ങൾ നീക്കുന്നതിനും ദോഷങ്ങൾ നീക്കുന്നതിനും അഷ്ടമിയും ആയുധപൂജയിലൂടെ അഭിവൃദ്ധി, ഐശ്വര്യം, ധനലാഭം എന്നിവ നേടുന്നതിന് നവമിയും വിദ്യ, ഭാഗ്യം, കർമ്മസിദ്ധി, ജനനേതൃത്വം, വാക്ചാരുതി, ബുദ്ധി ഇവയ്ക്ക് ദശമിയും ഗുണകരമാണ്. നവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ദിവസവും വ്രതം പാലിക്കുന്നതാണ് ഐശ്വര്യദായകം. മറ്റെല്ലാ വ്രതങ്ങളും പോലെയാണ് നവരാത്രി വ്രതത്തിൻ്റെയും ചിട്ടകൾ. തലേ ദിവസം വ്രതം തുടങ്ങണം. 2 നേരവും കുളിച്ച് ദേവി ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും നടത്തുക. മത്സ്യമാംസാദി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുക. ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരവും രാവിലെയും വൈകിട്ടും ലഘുഭക്ഷണവും സ്വീകരിക്കണം. ബ്രഹ്മചര്യം നിർബന്ധമാണ്. ദേവി പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകണം. ദേവി ഭാഗവതം, ദേവി മാഹാത്മ്യം, സൗന്ദര്യലഹരി, ലക്ഷ്മി, കാളി, പാർവതി, ദുർഗ, സരസ്വതി അഷ്ടോത്തരം, അഷ്ടകം, ത്രിശതി, ലളിതാ സഹസ്രനാമം എന്നിവ നവരാത്രി ദിനങ്ങളിൽ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. 2 നേരവും പാരായണം ചെയ്യാം. കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് നെയ്വിളക്ക് കൊളുത്തി അതിനു മുമ്പിലിരുന്ന് പാരായണം ചെയ്യണം. ആദ്യം ഗുരുവിനെയും പിന്നീട് ഗണപതിയെയും പ്രാർത്ഥിക്കുക. ഓം ഗുരുഭ്യോ നമ എന്ന് 9 പ്രാവശ്യവും ഓം ഗം ഗണപതിയെ നമ എന്ന് 9 പ്രാവശ്യവും ജപിക്കുക. പിന്നെ ദുർഗാദേവിയെ സങ്കല്പിച്ച് ധ്യാന ശ്ലോകം ചൊല്ലുക.
ദുർഗാം ധ്യായത് ദുർഗതി എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം 3 പ്രാവശ്യം ജപിക്കുക. ഓം ഹ്രീം ദുർഗായേ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുക. പിന്നെ എഴുന്നേറ്റ് ഇതേ മന്ത്രം തന്നെ ചൊല്ലി 3, 5, 7, 12 തുടങ്ങി യഥാശക്തി നമസ്കരിക്കുക. ഇപ്രകാരം 2 നേരവും ചെയ്യുക. ദുർഗാഷ്ടമി ദിവസം 3 നേരവും ലളിതാ സഹസ്രനാമം ജപിക്കുക. സ്തോത്രമോ നാമാവലിയോ ജപിക്കാം. 1 മുതൽ തുടർച്ചയായി 7, 12, 18 ദിനം ജപിക്കുക. ദേവി കടാക്ഷം ഉണ്ടാകും. ഏതൊരു വിഷയത്തിൻ്റെയും തടസ്സം മാറ്റുന്നതിനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഗുണകരം. പിന്നെ തെറ്റ് കൂടാതെ ജപിക്കാൻ ശ്രമിക്കണം.